സംഘപരിവാർ സംഘടനകൾ സോഷ്യൽ മീഡിയ പ്രചരണം തുടങ്ങിയ കാലം മുതൽ ആവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. തങ്ങൾക്ക് ഗുണകരമാവുന്ന കള്ളം ആദ്യം എല്ലായിടത്തും പ്രചരിപ്പിക്കുക, എല്ലാ ഭാഷകളിലും പരമാവധി എത്തിക്കുക. അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നവർ വേണമെങ്കിൽ പ്രതിരോധിച്ചോട്ടെ എന്ന രീതി. BJPയിലും സംഘപരിവാറിലും എത്തിച്ചേരുന്ന പ്രവർത്തകർക്കും നേതാക്കൾക്കും ഈ രീതിയിലേക്ക് ട്രെയിനിങ് നടത്തുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ മോദിയും അമിത്ഷായുമാണ്. ഇത് ആരോപണമല്ല, അവർ തന്നെ സമ്മതിച്ച സത്യമായി ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട കാര്യമാണ്. വടക്കേ ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ നടത്തിയെടുക്കാനും അതിലൂടെ അധികാരത്തിലെത്താനും തങ്ങൾക്ക് സാധിച്ചത് ഈ കള്ളം പ്രചരിപ്പിക്കുന്നതിലൂടെയാണെന്ന് അവർ തന്നെ അവരുടെ യോഗങ്ങളിൽ അവകാശപ്പെട്ടതായി അവരുടെ ഒപ്പം നിന്നിരുന്ന മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തതാണ്. മാപ്രകളുടെ ഈ ആരോപണം ഒരിക്കൽ പോലും സംഘികൾ നിഷേധിച്ചിട്ടുമില്ല. ഈ ആരോപണത്തിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൻ്റെ പേരിൽ നടക്കുന്നത്. പാർലമെൻറ്റിനുള്ളിൽ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് കേന്ദ്രമന്ത്രിയാണ്, വെറും മന്ത്രിയല്ല. എല്ലാം താനാണെന്ന് സ്വയം നടിക്കുന്ന മന്ത്രി പൊങ്കവൻ സാക്ഷാൽ ഷാ. മനുഷ്യൻ്റെ ജീവന് വേണ്ടി മണ്ണിനടിയിൽ പിടയുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞയാഴ്ച പാർലമെൻറ്റിൽ കള്ളം പറഞ്ഞത്. വയനാട്ടിൽ ഒരു ഗ്രാമം ഇല്ലാതായ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. സംസ്ഥാനം എന്തു ചെയ്തു എന്ന് ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ ചോദിച്ചു. സംസ്ഥാനം ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന കുറ്റപ്പെടുത്തലായിരുന്നു അത്. പാർലമെൻറ്റിലെ പ്രകടനം അങ്ങ് ചർച്ചയാകുമെന്നാണ് ഷാ കരുതിയത്. പക്ഷേ സംഗതി ഏറ്റില്ല. ആക്ഷേപത്തിന് കേരളത്തിന് മറുപടി ഉണ്ടായിരുന്നു. കേരളത്തിന് മുന്നറിയിപ്പ് നൽകാൻ ബാധ്യതപ്പെട്ട 3 ഏജൻസികളും അതുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ അപകട മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. ഇത് വിളിച്ചു പറഞ്ഞത് കേരള മുഖ്യമന്ത്രിയാണ്. കേന്ദ്രത്തിൽ നിന്ന് അയച്ചു തന്ന റിപ്പോർട്ട് തന്നെ പത്രക്കാർക്ക് നൽകി. മഴ മുന്നറിയിപ്പ് ഓറഞ്ച് നിറത്തിലായിരുന്നെന്നും ഒരു പുഴയിലും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലിന് സാധ്യതയാണ് ആ മുന്നറിയിപ്പിൽ ഉണ്ടായിരുന്നത്. റെഡ് അലേർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. കാരണം അപകടത്തിൻ്റെ തോത് ഓറഞ്ച് വരെ മനസ്സിലാക്കാനുള്ള യന്ത്രസാമഗ്രിയെ കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പ്രവചിക്കുന്ന കൃത്യതയോടെ അതിതീവ്ര മഴയും അതിൻ്റെ പ്രത്യാഘാതവും പ്രവചിക്കാനുള്ള മോഡലുകൾ ലഭ്യമല്ല എന്ന തുണി ഉടുക്കാത്ത സത്യം പറയാനുള്ള മടി കൊണ്ടാണ് ചുവന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന മട്ടിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ശാസ്ത്രം നേടിയ അഭൂതപൂർവമായ നേട്ടങ്ങളുടെ കഥയൊക്കെ ആളുകളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്ന പാർട്ടികളോട് ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് കേരള മുഖ്യമന്ത്രി ചെയ്തത്. സത്യത്തിൻ്റെ കൂരമ്പ് ചെന്നുകൊണ്ടത് നാഗ്പൂർ ശാസ്ത്രജ്ഞന്മാരുടെ ആസനത്തിലാണ്. എന്തായാലും അത് നന്നായിട്ട് കൊണ്ടു എന്ന് വേണം പുതിയ വിവരം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ. കാരണം കേന്ദ്രം പണി നിർത്തിയിട്ടില്ല. ന്യൂസ് മിനിറ്റിൻ്റെ വരിക്കാർക്ക് വേണ്ടിയുള്ള ന്യൂസ് ലേറ്റർ പവർ ട്രിപ്പിൽ പറയുന്നത് ശരിയാണെങ്കിൽ അടുത്ത ലെവൽ നുണ പ്രചരണ ഗുണ്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. കേരളത്തിൽ ക്വാറികൾക്കുള്ള ലൈസൻസ് കണക്കിലധികം കൊടുത്തതുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായതെന്ന മട്ടിൽ ലേഖനങ്ങൾ എഴുതാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ശാസ്ത്രജ്ഞന്മാരെയും ഗവേഷകരെയും സമീപിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ ഡോസിയറുമായി കേന്ദ്ര പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 3 പേരെ സമീപിച്ചുവെന്നും ന്യൂസ് മിനിറ്റ് വാർത്തയിൽ പറയുന്നു. കേരളത്തിലെ അന്തിച്ചർച്ചകളിലും മലയാള പത്രങ്ങളിലും ആനുകാലികങ്ങളിലും വാർത്തകൾ അതിവേഗം പടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ക്വാറി നയം സംസ്ഥാനത്തെ അപകടപ്പെടുത്തുന്നു എന്ന സാഹിത്യത്തിൻ്റെ ഉരുൾപൊട്ടൽ തന്നെ ഉടനെ ഉണ്ടാകും. കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പാറ കേരളത്തിൽ ഇല്ലാത്തതിനാൽ നമ്മൾ സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. വിഴിഞ്ഞം തുറമുഖം നിർമ്മാണത്തിൻ്റെ വാർത്തകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അക്കാര്യം തെളിയും. ഇവിടെ പൊട്ടിച്ച പാറകൾ ഏതെങ്കിലും കള്ളക്കടത്തുകാർ രായ്ക്ക് രാമാനം ആരുമറിയാതെ കപ്പൽ കയറ്റി കാശുണ്ടാക്കുകയല്ല ചെയ്തത്. അതിവിടെ തന്നെയുണ്ട്. പലപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ വീടായും വീടിന് മുന്നിലെ റോഡായും കടയായും അംഗൻവാടിയായും സ്കൂളും കോളേജുമൊക്കെയായി മനുഷ്യരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നാടിനെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള ബുദ്ധി ഉപ്പിലിട്ട് വെച്ചാൽ മതിയെന്ന് തൽക്കാലം പറയുന്നു. ഇനി നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കണോ? അതിന് കേരളത്തിലെ ജനങ്ങളും ഭരണകൂടവും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കും. മണ്ണും മരവും തകർത്തുകൊണ്ട് ജീവിക്കുന്നവരല്ല ഇവിടുത്തെ ജനങ്ങൾ. പ്രകൃതിയെ ഒപ്പം നിർത്തുന്നവരാണ്. പ്രകൃതിക്ക് വേണ്ടി ജീവൻ നൽകുന്നവരാണ്. അതുകൊണ്ട്
മനുഷ്യരായി ജീവിക്കാൻ ഈ നാട് നടത്തിയ പോരാട്ടങ്ങളെയും അതിൽ നാം കൈവരിച്ച നേട്ടങ്ങളെയും അവഗണിച്ചുള്ള മാപ്രാസംഖ്യ അഭിപ്രായങ്ങൾ വേണ്ടേ എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. കേരള മോഡലെന്ന് നമ്മൾ പറയുന്ന നേട്ടം ജീവനുള്ള അവസാനത്തെ മനുഷ്യനെയും ഉൾക്കൊള്ളാനുള്ള ശ്രമമാണ്. അതിനെ ഇല്ലാത്ത കാരണങ്ങൾ കാട്ടി നശിപ്പിക്കുവാനുള്ള രാഷ്ട്രീയ യുദ്ധമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് ഇത്തരം കുത്തിത്തിരിപ്പുകാരുടെ ചർച്ചകളിൽ വീഴാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാം.